പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഒക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വലിയ വിവാദമായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഗാന്ധി സിനിമ പുറത്തു വന്നപ്പോൾ ലോകത്തിന് വലിയ കൗതുകം തോന്നി ഇതാരാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അതായത് ഗാന്ധിജിയെ ലോകം അറിയില്ലായിരുന്നുവെന്നും പകരം 1982 മാത്രമാണ് റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുന്നത്, ബെൻ കിൻസിലേക്ക് അഭിനയിച്ചിട്ടുള്ള സിനിമ. അത് നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടോ? ആ സിനിമ ഓസ്കാറൊക്കെ കിട്ടിയൊരു സിനിമയാണ്. ഓസ്കാർ കിട്ടിയപ്പോൾ പോലും അതിൻ്റെ വേദിയിൽ വെച്ച് ബെൻ കിൻസിലെയും റിച്ചാർഡ് ആറ്റൻബറോയും ഒക്കെ പറഞ്ഞത് ഇത് ഞങ്ങൾക്കുള്ള അംഗീകാരമല്ല, പകരം ഗാന്ധിജിക്കുള്ള അംഗീകാരമാണെന്നാണ്. ഇതാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള ഒരു വാചകം. ഇത് നരേന്ദ്രമോദി പറഞ്ഞ ഈ കാര്യം തെറ്റാണെന്നും ഗാന്ധിജി അതിനു മുമ്പൊക്കെ നിരവധി ആളുകൾക്ക് ഇവിടെ അറിയാമായിരുന്നു എന്നുമൊക്കെ പറഞ്ഞ് കോൺഗ്രസും അതുപോലെ മാധ്യമങ്ങളും ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങളും എല്ലാം പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. യഥാർത്ഥ പ്രശ്നം കോൺഗ്രസ് ഈ ഗാന്ധിജിയൻ സോഷ്യലിസത്തെയോ ഗാന്ധിജി ഐഡിയോളജികളെയോ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലുമോ പുതിയ തലമുറകൾക്ക് പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗാണ്ടയോ ഒന്നും നടത്തില്ലെന്ന് മാത്രമല്ല വളരെ നിഷ്ക്രിയരായിട്ടിരിക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് ഒരു ചെറിയ പാർട്ടിയല്ല. കാര്യം അത് കോൺഗ്രസ് ക്ഷയിച്ച് കുറേ താഴേക്ക് വന്നെങ്കിൽ പോലും കഴിഞ്ഞ തവണ നേരത്തെ 19.7% വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ 2019 നേടിയ ഏതാണ്ട് 11 കോടിയിലധികം വരുന്ന വോട്ടേഴ്സ് ഇപ്പോഴുമുള്ള ഒരു പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത്. പക്ഷേ ഏതാണ്ട് ഇതിൻ്റെ ഇരട്ടിയിലധികം വോട്ടുകളാണ് BJP നേടിയത്. 22.9 കോടി വോട്ടുകളാണ് BJP നേടിയത്. 37.7% വോട്ടാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ BJP ഈ മഹാത്മാഗാന്ധിയെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജികളൊന്നും പ്രചരിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ധൈര്യമായി ഇത് പറയാൻ കഴിയുന്നു. ഇത് ആദ്യമായിട്ടാണോ മഹാത്മാഗാന്ധിയെ ഈ ഹിന്ദുത്വ തീവ്ര ശക്തികളൊക്കെ ഇകഴ്ത്തി കാണിക്കുന്നതല്ല. നമ്മൾക്കറിയാം, നേരത്തെ തന്നെ ഒരു MP അടക്കമുള്ള ആളുകൾ ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു. മഹാത്മാഗാന്ധിയെ 1948 വെടിവെച്ച് കൊന്ന ഗോഡ്സെയെ പ്രകീർത്തിക്കുവാൻ ഇന്ത്യയിൽ കഴിയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അത് വലിയ എതിർവികാരമൊന്നും ഇന്ത്യക്കാരുടെ ഉണ്ടാക്കൂല എന്ന് പറയുന്ന ധാരണയോ തെറ്റിദ്ധാരണയിൽ നിന്നാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇതൊരു അവസരമായി എടുത്തുകൊണ്ട് ഗാന്ധിയൻ ഫിലോസഫിയും മഹാത്മാഗാന്ധിയുടെ ജീവിതവും ഒക്കെ തന്നെ ആളുകളുടെ അടുത്തോട്ട് പകർത്താൻ ഈ അവസരം വിനിയോഗിക്കേണ്ടതാണ്. നമുക്കറിയാം 2019 തെരഞ്ഞെടുപ്പിൽ മഹാത്മാഗാന്ധിയെ ചായ് വാല എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയെന്നറിയാം. അപ്പോൾ അത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതിൻ്റെ ആദ്യത്തെ പടി തുടങ്ങി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഒരു ട്വിറ്ററിൽ പറഞ്ഞേക്കുന്ന ഒരു വാചകം, ഒരു എൻറ്റയർ പൊളിറ്റിക്സിൽ ബിരുദമെടുത്ത ഒരാൾക്ക് മാത്രമേ ഗാന്ധിജി അറിയാനായിട്ട് സിനിമ കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി നമുക്കറിയാം അദ്ദേഹം എൻറ്റയർ പൊളിറ്റിക്സിലാണ് ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്തെന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ളൊരു കോഴ്സ് ഇവിടെ ഇന്ത്യയിലെങ്ങാനും ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിലവിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുമാത്രമല്ല, മറ്റ് ചില വീഡിയോകളിൽ അദ്ദേഹം 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന വീഡിയോകളും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, KC വേണുഗോപാലിനെ പോലെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ ഐഡിയോളജിയും അതുപോലെ ഗാന്ധിയൻ ഫിലോസഫിയും ഗാന്ധിയുടെ ജീവിതവും ഒക്കെ ആളുകളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരമായി ഇത് കണക്കിലാക്കണം. കാരണം ഇതിപ്പോൾ നരേന്ദ്രമോദി ഇത് പറഞ്ഞതുകൊണ്ട് സത്യത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, മിക്ക മാധ്യമങ്ങളും ഇത് ഉയർത്തി കാണിക്കുകയും ഗാന്ധി എന്തായിരുന്നു എന്നറിയാൻ നമ്മുടെ പുതിയ തലമുറകൾക്ക് ഒരു അവസരം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം മതിയാവില്ല ഈ പുതിയ തലമുറകൾക്കകത്തോട്ട് ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കിക്കാൻ. 25 കൊല്ലങ്ങൾ കൂടുമ്പോൾ ഓരോ തലമുറകൾ മാറുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ആ മാറുന്ന തലമുറകൾക്കനുസരിച്ച് കോൺഗ്രസിൻ്റെ ലെഗസിയും അതിൽ ഏറ്റവും വലിയ നേതാവുമായിരുന്ന മഹാത്മാഗാന്ധിയെ അവ ഉയർത്തി കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ കാണിക്കാത്തത് കൊണ്ടാണ് RSSനെ നിരോധിച്ചിട്ടുള്ള പട്ടേലിൻ്റെ പ്രതിമ BJP പണിയുകയും BJPയുടെ ഒരു ആളായി പട്ടേലിനെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം സ്വാമി വിവേകാനന്ദനെയും അവരങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു പാരമ്പര്യവും നമ്മുടെ മതപരമായ വിശ്വാസങ്ങളും എല്ലാം തന്നെ BJPക്ക് വിട്ടുകൊടുക്കുന്നതിൻ്റെ അബദ്ധങ്ങളുടെ ഏറ്റവും ധൈര്യം കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്താൻ കഴിയുന്നത്. ഇനി നമുക്ക് എന്താണ് നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ ഫാക്ട്സ് എന്ന് നമുക്ക് നോക്കാം. നരേന്ദ്രമോദി പറഞ്ഞത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ട് പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
പകരം കോൺഗ്രസ് ഈ പറയുന്ന മഹാത്മാഗാന്ധിയെ പോലും പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വാചകം അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം ഫാക്ച്വലി തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ 1930-കൾക്ക് ശേഷം തന്നെ ഗാന്ധിജിയെ ആളുകളെല്ലാം അറിയുന്ന വലിയ നേതാവാണ് ലോകം മുഴുവൻ. മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും അദ്ദേഹത്തിൻ്റെ ആരാധകരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ടൈം മാഗസിൻ്റെ കവർ പേജിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. 40-ലധികം രാഷ്ട്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. ജോർജ് ബെർണാഡ് ഷായെ പോലെയൊക്കെയുള്ള മരിക്കാത്ത കാലം ഒരിക്കലും ഈ പറയുന്ന പോലെ മരിക്കാൻ സമ്മതിക്കാത്ത ചിന്തകളുള്ള ജോർജ് ബെർണാഡ് ഷായെ പോലെയുള്ള നാടകൃത്തും ചിന്തകനുമായിരുന്നിട്ടുള്ള ആളുകൾ, ഓസ്കാർ നേടിയിട്ടുള്ള ആളുകളടക്കം മഹാത്മാഗാന്ധിയുടെ ആരാധകരായിരുന്നു എന്ന് മാത്രമല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലോകം അത്ഭുതപ്പെടും ഭാവിയിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ആപ്പിളിൻ്റെ CEO ഒക്കെ ആയിരുന്ന സ്റ്റീവ് ജോബ്സ് അടക്കം ഇദ്ദേഹത്തിൻ്റെ ആരാധകരായിരുന്നു. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയൊരു നിമിഷം ഇന്ത്യക്കാരൻ എന്നുള്ള നിലക്ക് ബറാക് ഹുസൈൻ ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ അദ്ദേഹം തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു പ്രസംഗം, ഗംഭീരമായൊരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത്, അന്ന് റിസഷനൊക്കെ നിൽക്കുന്ന സമയമാണ്, അദ്ദേഹം പറയുന്നത് നിരാശയുടെ കടലാണ് ചുറ്റും, പക്ഷേ ഞാൻ പ്രത്യാശയാണ് കാണുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ആ പ്രസംഗം നടത്തിയിട്ടുള്ള ബറാക് ഹുസൈൻ ഒബാമയോട് നിങ്ങൾ ഏറ്റവും ഇൻസ്പയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരിൽ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പേര് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെയോ ജോർജ് വാഷിങ്ടൻ്റെയോ അതുപോലെയുള്ള ഒരാളുടെ പേരുമല്ല. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ മഹാത്മാഗാന്ധിയുടെ പേരാണ്. ഇത് പറയാൻ കാരണം, ഇനി അങ്ങനെ ഒരു നേതാവ് ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരാളാണ് അഹിംസ കൊണ്ട് നമുക്കൊരു സമരം നടത്താമെന്നും ഒരു ബ്രിട്ടൻ എന്ന് പറയുന്ന സൂര്യാസ്തമിക്കാത്ത ഒരു രാജ്യത്തെ കെട്ടുകെട്ടിക്കാമെന്നും ഒക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരാൾ. അപ്പോൾ മറ്റു എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ അഹിംസ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു സമരം നയിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ച ഒരേ ഒരാളുടെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന, പിന്നീട് മഹാത്മാഗാന്ധി എന്നറിയപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യനെ അറിയാൻ വേണ്ടിയിട്ട് 1982 ബെൻ കിങ്സ്ലി അഭിനയിച്ച റിച്ചാർഡ് ആറ്റൻബറോ എടുത്ത സിനിമയൊന്നും വേണ്ട, അതിനു മുമ്പ് തന്നെ ലോകം മുഴുവൻ അദ്ദേഹത്തെ അംഗീകരിച്ചതാണ്. ഒരുപക്ഷെ മാർട്ടിൻ ലൂതർ കിങ്ങിനേക്കാളോ ഒരുപക്ഷെ നെൽസൺ മണ്ടേലയെക്കാളോ ഒക്കെ തന്നെ ലോകത്ത് ഇന്ന് ആളുകൾ പഠിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ കൊന്ന ഗോഡ്സയെ പോലും ആരാധിക്കാനുള്ള ധൈര്യം കിട്ടുന്ന ലെവലിലേക്ക് ഒരു വിങ് ഓഫ് ആളുകളെ, ഒരു സർട്ടൈൻ ആളുകൾ, അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയം പേറുന്ന ചില തീവ്ര ആളുകളെ എങ്ങനെ പ്രാപ്തരാക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ മഹാത്മാഗാന്ധിയെ വേണ്ട വിധത്തിൽ ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നില്ല, പ്രൊജക്റ്റ് ചെയ്യുന്നില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞതിന് നമ്മൾ അടിവരയിടേണ്ടി വരും. ഇതാണ് കോൺഗ്രസ് ആത്യന്തികമായി ഈ വിവാദത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം.